മണലൂർ നിയമസഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ബലത്തെ ചൊല്ലി രാഷ്ട്രീയ കേരളത്തിൽ വൻ വിവാദം പുകയുന്നു. കേവലം 100-ൽ പരം വോട്ടുകൾക്ക് പരാജയം നേരിട്ട UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ ഉദ്യോഗസ്ഥർ ബോധപൂർവം ഫലം അട്ടിമറിച്ചു എന്ന ഗുരുതര ആരോപണവുമായി ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചപ്പോൾ 126 വോട്ടുകളുടെ ചെറിയ മാർജിനിലാണ് പ്രതാപൻ പരാജയപ്പെട്ടത്. എന്നാൽ വിജയപരാജയങ്ങളെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള 184 ഹോം വോട്ടുകൾ എണ്ണാതെ മാറ്റിവെച്ചു എന്നതാണ് വിവാദത്തിന്റെ കാതൽ. 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ രേഖപ്പെടുത്തിയ ഈ വോട്ടുകൾ ഉദ്യോഗസ്ഥരുടെ ബോധപൂർവമായ വീഴ്ച മൂലം അസാധുവാക്കപ്പെട്ടു എന്ന് പ്രതാപൻ ആരോപിക്കുന്നു. ബാലറ്റ് പേപ്പറിൽ അറ്റസ്റ്റേഷൻ രേഖപ്പെടുത്തേണ്ട പോളിംഗ് ഓഫീസർമാർ 4 സ്ഥലങ്ങളിൽ കൃത്യവിലോപം വരുത്തി. ഈ സാങ്കേതിക കാരണം പറഞ്ഞ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കവർ തുറക്കാതെ വോട്ടുകൾ മാറ്റിവെക്കുകയായിരുന്നു. ഇതിനു പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ടെന്നും വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ വെച്ച് തന്നെ താൻ പരാതിപ്പെട്ടെങ്കിലും അധികൃതർ അത് അവഗണിച്ചെന്നും പ്രതാപൻ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. രാഷ്ട്രീയമായ ഒത്തുകളി ആരോപണങ്ങളും UDF സ്ഥാനാർത്ഥി ഉന്നയിക്കുന്നുണ്ട്. LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിനെ സഹായിക്കാൻ RSS, SDPI, പോപ്പുലർ ഫ്രണ്ട് എന്നീ സംഘടനകൾ കൈകോർത്തുവെന്നതാണ് പ്രതാപന്റെ വാദം. BJPയുടെ A+ മണ്ഡലമായിട്ടും അവിടെ BJP വോട്ടുകൾ കുറയുകയും അത് LDFിലേക്ക് മറിയുകയും ചെയ്തു എന്നാണ് ആരോപണം. വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ BJP ഏജന്റുമാർക്ക് നൽകേണ്ട സ്ലിപ്പുകൾ LDF ഏജന്റുമാർ കൈപ്പറ്റുന്നത് കണ്ടതായും പ്രതാപൻ വെളിപ്പെടുത്തി. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും LDF, SDPI ഏജന്റുമാരും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടായിരുന്നു എന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത്. ജനവിധി മാനിക്കുന്നുവെങ്കിലും ഉദ്യോഗസ്ഥർ നടത്തിയ അട്ടിമറിക്കെതിരെ നിയമ പോരാട്ടം തുടരാനാണ് പ്രതാപന്റെ തീരുമാനം. തിരഞ്ഞെടുപ്പ് ഫലം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവുമായി അദ്ദേഹം ഇന്ന് ഹൈക്കോടതി റിട്ട് ഹർജി സമർപ്പിക്കും. മണലൂരിലെ രാഷ്ട്രീയ തർക്കം ഇനി കോടതി മുറിയിൽ എന്ത് മാറ്റമുണ്ടാക്കുമെന്ന് കേരളം ഉറ്റുനോക്കുന്നു.